ശരണ്യ, ഇന്ന് ഷൂട്ട് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. ഞാൻ ഭയങ്കര ടയർഡാ. ഞാൻ പോയി റെസ്റ്റ് എടുക്കട്ടെ? കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. ഓക്കെ, നാളെ രാവിലെ എത്ര മണിക്ക് എഴുന്നേൽപ്പിക്കണം? ഏർലി മോർണിംഗ് തന്നെ വിളിച്ചു. ഓക്കെ, 5 o'clock. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്ലീസ് ശരണ്യ, ഭയങ്കര ടയർഡാ, ഉറക്കം വരുന്നു. ഗുഡ് നൈറ്റ്. സന്തോഷിന്റെ കൂടെ മലേഷ്യയിൽ വന്ന് എന്തിനാ ഐശ്വര്യനെ വിളിച്ചു വരുത്തിയ? എന്റെ ഭർത്താവ് ഉൾപ്പെടെയുള്ള എല്ലാ ആൺവർഗത്തെ അവള് കുറ്റം പറയാണല്ലോ. ഇങ്ങനൊരു സങ്കടത്തെ ഞാൻ വരുത്തി വെച്ചല്ലോ. ശരണ്യ, 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 എന്താടി? ശരണ്യ, ഒരു മിനിറ്റ്. എന്താ പറ? രാത്രി മുഴുവനും ഞാൻ ആലോചിച്ചു. എന്താ പ്രശ്നം തുടങ്ങി വെച്ചിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാന്ന് വിചാരിച്ചോ? ഇല്ല ശരണ്യ, നിന്റെ സിറ്റുവേഷൻ എന്നെ മനസ്സിലാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ. അതുകൊണ്ട് നീ സംസാരിച്ചത് മാത്രം ശരിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചത് തെറ്റാകുമോ? ഏതാ ശരിയെന്ന് എന്തായാലും അറിയണ്ടേ? അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ പറ്റി ഒരു തെറ്റായ ലെറ്റർ സന്തോഷിന് കൊറിയർ അയച്ചിട്ടുണ്ട്. ഓക്കേ? ശരണ്യ, നീ എന്ത് പൊട്ടത്തരായി കാണിച്ചേ? എന്റെ വാദമാണോ തെറ്റ്, അതോ നിന്റെ അനുഭവമാണോ തെറ്റെന്ന് ആ ലെറ്റർ പറയും. ശരണ്യ, ശരണ്യ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഞാൻ ചെയ്ത തെറ്റെന്താടി? ഇന്നലെ രാത്രി മുതൽ നീരോട് മിണ്ടുന്നില്ലല്ലോ. 1000 ഇരട്ടി സ്നേഹം ഉണ്ടെങ്കിലും ഭർത്താവിന്റെ കാര്യം വരുമ്പോ എല്ലാവർക്കും അവരവരുടെ തീരുമാനങ്ങൾ തന്നെയായിരിക്കും. ഇത്രേ ഉള്ളായിരുന്നോ? ഇതിനാണ് ഇത്രയും ടെൻഷൻ അടിച്ച്? ഒരുപാട് ചിരിക്കൊന്നും വേണ്ട, അത് നല്ലതിനല്ല. നല്ലത് ഏതാന്നും ചീത്ത ഏതാന്നും നമ്മളെ കാണുന്ന കാഴ്ചയിലുള്ളത് ശരണ്യ. കാഴ്ചപ്പാടുകൾ 1000 കാര്യങ്ങൾ പറയട്ടെ. എനിക്കറിയുന്നത് ഞാനും എന്റെ ഭർത്താവുക, അത്രയും തന്നെ. ഞാനും അങ്ങനെ തന്നെയായിരുന്നടി. 5 വയസ്സില് അച്ഛനും അമ്മയും കൂടി ഉണ്ടാവുന്ന കരുതി. 10 വയസ്സായപ്പോ സഹോദരങ്ങൾ കൂടി ഉണ്ടാവുന്ന കരുതി. പഠിക്കുന്ന പ്രായത്തില് കൂട്ടുകാരാണ് ലോകമെന്ന് വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവ് മാത്രമാണ് ആശ്രയം എന്ന് വിചാരിച്ചു. പക്ഷേ അവരുടെ കൂടെ ഒരുപാട് പേരുണ്ട്. എന്നെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ഏക ആശ്രയം അവരുടെ അമ്മ മാത്രമാണ്. നിന്റെ കൂടെ ഇപ്പൊ അങ്ങനെ ആരുമില്ല. ഇപ്പൊ ഞാൻ വായിക്കുന്ന ഈ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? ഹസ്ബൻഡ് ഈസ് ഡേഞ്ചറസ് അനിമൽ. അപ്പോ എന്റെ ഹസ്ബൻഡ് ഒരു മൃഗമായിട്ട് മാറും? നിന്റെ ഭർത്താവിനെ പോലെ ഒരു തുണയെ തേടുമെന്നാണോ? ചാലഞ്ച് ഡി. പോകുന്നതിന് മുന്നേ എന്റെ ഭർത്താവ് നല്ലവനാന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാൻ ഞാൻ. ഹസ്ബൻഡ് ഈസ് ഗോഡ്. ബുക്കല്ലടി, നീ എന്നെ തന്നെ കാണ. മാഡം, ഇവിടെ ഒന്ന് ഒപ്പിടണം. അവിടെ. ഓക്കെ, ഇതാ. താങ്ക് യു. ഐശ്വര്യ, ഓക്കെ.
ഇതെന്താ ലെറ്റർ? ശരണ്യ, നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് മറന്നു കളഞ്ഞേക്കാം. നീ എന്തിനാ ലൈഫിൽ റിസ്ക് എടുക്കുന്നേ? നീ നിന്റെ കാര്യം നോക്ക്. ഇതെന്റെ ജീവിതകാര്യല്ലേ? ചാലഞ്ച് ചാലഞ്ച് തന്നെയാ. പറ്റില്ല. എന്നെ കൊണ്ട് ഈ പ്രശ്നം വെറുതെ വിടാൻ പറ്റില്ല. ഈ പ്രശ്നം നീ തന്നെയല്ലേ തുടങ്ങി വെച്ചേ? എല്ലാം ഓക്കെ, നീ പറഞ്ഞ എല്ലാം ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം നീ സന്തോഷിന് സോറി നിന്റെ ഭർത്താവിന് നീ എന്തിനാ കൊറിയർ ചെയ്തേ? കുറച്ച് സ്ട്രോങ് ആയിട്ട് എഴുതി. നിന്റെ തലയിലായിട്ട് ആർക്കാടി മാറ്റാൻ പറ്റുന്ന? എന്റെ സന്തോഷം മാറ്റും. സന്തോഷ് 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 ഇങ്ങനെ പറയാൻ മാത്രം എന്താടി ഉള്ളേ? നിനക്ക് എന്തറിയതിനെ കുറിച്ച്? നിന്നെ കൊണ്ട് ഇത് മനസ്സിലാക്കാനേ പറ്റില്ല. സ്നേഹം, പ്രണയം, കരുതൽ എന്താന്ന് വെച്ചാൽ നമുക്കിതിനെ പറയാം. എക്സ്ക്യൂസ് മീ, യാ, മിസ്റ്റർ സന്തോഷ്. യെസ്. ഓക്കെ, യു ഹാവ് എ കൊറിയർ. ഇവിടെ സൈൻ ചെയ്തു. ഓക്കെ, താങ്ക് താങ്ക് യു. യു. ശരണ്യ, എനിക്ക് ഷൂട്ടിന് സമയമായി, ഞാൻ ഇറങ്ങുക. സന്തോഷ്, ഒരു മിനിറ്റ്. എന്ത് ലെറ്റർ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന? അത് നീ അറിയേണ്ട ആവശ്യമില്ല. സന്തോഷിന്റെ മുഖത്ത് നോക്കി സംസാരിക്കേ. ശരണ്യ, എനിക്ക് ഷൂട്ടിങ്ങിന് സമയമായി. എന്താണെങ്കിലും നാളെ സംസാരിക്കാം. ഇല്ല, എനിക്ക് ഇപ്പൊ തന്നെ തീരുമാനം അറിഞ്ഞേ പറ്റൂ. പ്ലീസ് ശരണ്യ, എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്ക്. ഇന്നും നാളെ ഞാൻ ഫ്രീ അല്ല. എല്ലാം നമുക്ക് ചെന്നൈ പോയി സംസാരിക്കാം. മലേഷ്യയിൽ തുടങ്ങിയ പ്രശ്നം മലേഷ്യയിൽ തന്നെ തീരണം. നീ എന്താ ഇങ്ങനെ? നിനക്ക് വട്ടായോ? അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാന്ന് വെച്ചോ. 2 ദിവസം മുന്നേ വന്ന ലെറ്റർ, ഇപ്പൊ വന്ന ലെറ്റർ വെറുതെ വായിച്ചിട്ട് മിണ്ടാതെ പോവാ. ഇതിൽ ഞാൻ ആരാ നിങ്ങൾ ആരാന്നൊക്കെ പറഞ്ഞിട്ട് പോ. എന്തടി, ഞാൻ താന്നു വന്നപ്പോ നീ തലേ കയറുക? അതെ, ഓർഡർ ആന്ന് വെച്ചോ. നിങ്ങൾ ആരാണെന്നുള്ളത് പറഞ്ഞിട്ട് പോയാ മതി. ഇവിടുന്ന് പറയുന്നത് കേൾക്കുന്നില്ലേ? ഏയ്!